പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ ഒരു ജയകരമായ ജീവിതം ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുന്നു. ഭാരത്തോടും നിരാശയോടും കരച്ചിലോടും കൂടിയുള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 68 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ സർവശക്തനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. എല്ലാ ദിവസത്തെയും നമ്മുടെ പ്രയാസങ്ങളെ വഹിക്കുവാൻ യേശു തയ്യാറാണ്. ഒരു ദിവസത്തെയോ ഒരു മാസത്തെയോ ഒരു വർഷത്തെയോ ഭാരം വഹിക്കാം എന്നല്ല പറയുന്നത്. എല്ലാ ദിവസത്തെയും നാൾതോറും ഭാരത്തെ വഹിക്കുന്ന യേശു. ലോകത്തിലെ ആരും അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ആരും ഒരു കാലത്തും പറയില്ല, നിൻ്റെ എല്ലാ ദിവസത്തെയും ഭാരങ്ങളും ഞാൻ വഹിച്ചുകൊള്ളാം, നിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ തീർത്തു തരാം എന്ന് ലോകത്തിൽ ആരും പറയില്ല, നാം ആരോടും പറയില്ല. എന്നാൽ യേശു പറഞ്ഞു, നിൻ്റെ ഭാരങ്ങൾ എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. അതത്രേ കർത്താവായ യേശു ക്രിസ്തു. നാം നേരിടുന്ന ഏത് ഭാരത്തെയും ഏത് പ്രയാസത്തെയും യേശു കർത്താവ് ക്രൂശിൽ ചുമന്നു. പാപത്തെക്കുറിച്ചുള്ള ഭാരമാണോ, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഭാരമാണോ? വചനം പറയുന്നു, നിൻ്റെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. എങ്ങനെ സാധിക്കും? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന നിമിഷം നാം നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പാപത്തെ ഓർത്ത് ഭാരപ്പെട്ട് നടക്കേണ്ട. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നീതിയിലേക്ക് വരുവാൻ സാധിക്കും. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് മാറുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം തന്നെ നാം പുതിയ സൃഷ്ടിയായി മാറും. മരണത്തിൽ നിന്ന് ഒരു പോംവഴി, ഒരു സൊല്യൂഷൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള ഒരു വഴി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. അതുപോലെ രോഗത്തെക്കുറിച്ചുള്ള ഭാരമാണോ? വചനം പറയുന്നു, യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. അതുപോലെ മക്കളെക്കുറിച്ചുള്ള ഭാരമാണോ? വചനം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. യഹോവ നൽകുന്ന അവകാശം നിമിത്തം ഭാരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ ഭാരത്തിനും എല്ലാ പ്രയാസത്തിനും സൊല്യൂഷൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ജയകരമായ ഒരു ജീവിതമുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, ഇന്ന് ഏത് വിഷയത്തിന്മേലാണ് കടന്നു പോകുന്നത്? ഒരു ഭാരനിമിത്തം തകർന്നിരിക്കുകയാണോ? ഒരു വഴി മുമ്പിലില്ലേ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, നിൻ്റെ ഭാരങ്ങളെ ഇങ്ങു കൊണ്ടുവാ എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങളെയും ഭാരത്തെയും എല്ലാം യേശു ക്രൂശിൽ ചുമന്നു. യേശു അടിയേറ്റ് തകർക്കപ്പെട്ടത് നമ്മുടെ മോചനത്തിനായിട്ട് ആണ്, നമ്മുടെ നിത്യസമാധാനത്തിനായിട്ടാണ്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം തന്നെ ഏതൊരു വ്യക്തിയും ഈ ലോകത്തിൽ ജയകരമായൊരു ജീവിതത്തിന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം തന്നെ. അതുകൊണ്ട് ഇന്ന് കരച്ചിലിൻ്റെയോ കണ്ണുനീരിൻ്റെയോ അവസ്ഥയിലാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. യേശുവിലോട്ട് ഭാരത്തെ എറിഞ്ഞു കൊടുക്കുക. ആ ഭാരത്തെ വഹിക്കുന്നവൻ, അതിന് പരിഹാരം നൽകുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ എന്ന വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ഏതെങ്കിലും വിഷയത്തിൽ മേൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ അകത്ത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു വഴി തുറന്നു വരട്ടെ, ഒരു വഴി തുറന്നു വരട്ടെ. ഇവരുടെ ഭാരങ്ങൾ, ഇവരുടെ ഹൃദയം ഫ്രീ ആയിട്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവേ, ദൈവിക സമാധാനത്താൽ ഇപ്പോൾ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരു വഴി ഉണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വഴിയും അടഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വഴി തുറക്കും എന്നുള്ളൊരു വിശ്വാസം അകത്ത് ജനിക്കട്ടെ. യേശുവിൻ നാമത്തെ ബ്ലസ് ചെയ്യുന്നു. ഓരോരുത്തർക്കും വേണ്ടി വഴികൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗ്ഗൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സകല ഭാരത്തെയും യേശുവിലേക്ക് കൊടുക്കുക, ഹൃദയം ഫ്രീ ആക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.